ഹലോ ഫ്രണ്ട്സ്, ഐ എം ജനുജി. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പലർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കും. പലരും നമുക്കും നിർദ്ദേശങ്ങൾ തരാറുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? അതിനെ ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ഓർ കമാൻഡ്സ് എന്നൊക്കെ പറയും. സാധാരണ രീതിയിലുള്ളത് ഇൻസ്ട്രക്ഷൻ. പക്ഷേ വലിയ വലിയ ഓഫീസർമാർ കീഴ് ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ അത് ഉത്തരവുകളായി, ഓർഡറായി. എന്നാൽ മിലിറ്ററിയിലൊക്കെ വരുമ്പോൾ കമാൻഡ്സാണ്, ആജ്ഞകളായിട്ട് മാറും. കാര്യങ്ങളൊക്കെ ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പാണ് വേർബ്സ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേർബ്സ്, ആക്ഷൻ വേർഡ്സ്, ക്രിയാപദങ്ങൾ എന്ന് പറയും. ഈ ക്രിയകൾ 5 രൂപയുണ്ട്. ഈച്ച് ആൻഡ് എവറി വേർബ് ഹാസ് 5 ഫോംസ്: V1, V2, V3, V4 ആൻഡ് V5. ഏതൊരു വേർബ് ഇംഗ്ലീഷിലെടുത്താലും 5 ഫോം ഉണ്ടാവും. പക്ഷേ പല പുസ്തകങ്ങളിലും 3 എണ്ണമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതുപോലെ പല ക്ലാസ്സിലും 3 രൂപങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ 5 ഫോമുണ്ട്. 5 ഫോമും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം 5ഉം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നോക്കാം 5 എണ്ണം ഏതാണെന്നുള്ളത്. ഇപ്പോൾ റൂട്ട് ഫോം എടുക്കുക. ഗോ. ഗോ മീൻസ് പോകുക. ഗോ, ഗോസ്, വെൻറ്റ്, ഗോയിങ്, ഗോൺ. 5 ഫോമുണ്ട്. പക്ഷേ പല പുസ്തകത്തിൽ ഏതേ കൊടുക്കുകയുള്ളൂ? ഗോ, വെൻറ്റ്, ഗോൺ. എന്താ 3 എണ്ണം കൊടുത്തിട്ട് ബാക്കി 2 എണ്ണം കൊടുക്കാത്തത്? ഈ 3 എണ്ണം കൊടുത്തതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ 3 എണ്ണം പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് കാണാതെ പഠിക്കാനാണ്. കാരണം ഗോ അറിയുന്ന ഒരാൾക്ക് 2ാമത്തെ ഫോം ഗോസ് അറിയാം. അതുപോലെ 4ാമത്തെ ഫോം ഗോയിങ്ങും അറിയാം. അത് പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫോമുകൾ വ്യത്യസ്തമാകുമ്പോഴാണ് ഗോ, വെൻറ്റ്, ഗോൺ. ആ ഫോമുകൾ തമ്മിൽ ചില വ്യത്യാസം കാണുന്നുണ്ട്. അത് കാണാതെ തന്നെ പഠിക്കണം. അതുപോലെ തന്നെയാണ് സീ, സോ, സീൻ. സീ, സീസ്, സോ, സീയിങ്, സീൻ. ഇങ്ങനെയാണ് 5 ഫോം. അതിൽ നമ്മളെ പഠിപ്പിക്കുന്ന സീ, സോ, സീൻ. കാരണം ഫോമുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. അത് കാണാതെ പഠിക്കാനാണ്. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റൈറ്റിംഗ്, റിട്ടൺ. 5 ഫോമുണ്ട്. പക്ഷേ പഠിപ്പിക്കുന്ന ഇങ്ങനെ റൈറ്റ്, റോട്ട്, റിട്ടൺ. പക്ഷെ നമുക്ക് 5 ഫോമും പഠിച്ചിരിക്കണം. ക്ലിയർ? ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ഇതിനെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ഇതിനെ പറയാം. ഇംപെരേറ്റീവ് സെൻറ്റൻസ് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ഓർഡർ, കമാൻഡ്, ഇത് 3 എണ്ണം ഇതിൽ വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഒരാളോട് പറയാണ് കം. ഇപ്പോൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കമ്മിൻ്റെ അർത്ഥം വരിക എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. വരുന്നു, വരിക എന്നൊക്കെ. അതേസമയം ഞാൻ ഒരാളോട് നോക്കി പറയാണ് കം. കം മീൻസ് വരൂ. അതൊരു ഇൻസ്ട്രക്ഷനായി. ഒറ്റ പദമാണ്, അതൊരു സെൻറ്റൻസായി. നമുക്ക് കം എഴുതി ഒരു കുത്തിടാം. അത് ഇൻസ്ട്രക്ഷനാണ്. അതിനെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുക. അത് ആവശ്യമുള്ളവർ നോട്ട് ചെയ്താൽ മതി. ഇംപെരേറ്റീവ് സെൻറ്റൻസ്. ഇനി ഗോ, പോകൂ. സിറ്റ്, ഇരിക്കൂ. റൈറ്റ്, എഴുതൂ. റീഡ്, വായിക്കൂ. ഒറ്റ പദം, അതൊക്കെ ഇൻസ്ട്രക്ഷനായിട്ട് മാറുകയാണ്. പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ്റെ നീളം നിങ്ങൾക്ക് കൂട്ടാം. ഫോർ എക്സാമ്പിൾ, കം, വരൂ. കം ഹിയർ, ഇങ്ങോട്ട് വരൂ. കം ഹിയർ അറ്റ് 10 o'clock, 10 മണിക്ക് ഇങ്ങോട്ട് വരൂ. കം ഹിയർ അറ്റ് 10 o'clock ടുമോറോ, നാളെ 10 മണിക്ക് ഇങ്ങോട്ട് വരൂ. കം ഹിയർ അറ്റ് 10 o'clock ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ 10 മണിക്ക് ഇങ്ങോട്ട് വരൂ. അപ്പം നമുക്ക് കമ്മിന്ന് തുടങ്ങിയത് ബേസ് അതാണ്. അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെൻറ്റൻസിൻ്റെ നീളം കൂട്ടി ആശയത്തിൻ്റെ നീളം, സെൻറ്റൻസിൻ്റെ നീളം കൂടുന്നു എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ നീളത്തിൽ പറയുന്നു എന്നാണ്. ക്ലിയർ? അപ്പം നമുക്കിപ്പോൾ പോസിറ്റീവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ നെഗറ്റീവ് എന്താണ്? DON അപ്പോസ്ട്രോഫി ഡോണ്ട് ചേർത്താൽ മതി. ഡോണ്ട് കം, വരരുത്. ഡോണ്ട് ഗോ, പോകരുത്. ഡോണ്ട് റീഡ്, വായിക്കരുത്. ഡോണ്ട് റൈറ്റ്, എഴുതരുത്. അത് നമുക്ക് നെഗറ്റീവായി. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുമ്പോൾ അതിൽ അല്പം പോലും പൊളൈറ്റ്നെസ് ഇല്ല. അതായത് ഒരു വിനയമില്ല, മര്യാദയില്ല, വിനയം കുറവാണ്. ആ വിനയം ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലീസ്. നേരത്തെ കണ്ടിട്ടുണ്ട് പ്ലീസ് എന്ന PLEASE. അതിന് തത്തുല്യമായി മലയാളികൾ ഉപയോഗിക്കുന്ന ഒന്ന് എന്നുള്ളത്. പ്ലീസ് കം, പ്ലീസ് കം ഹിയർ, ഒന്നിങ്ങോട്ട് വരൂ. കം ഹിയർ പ്ലീസ്, അങ്ങനെയും പറയാം. പ്ലീസ് ഡോണ്ട് കം, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഡോണ്ട് കം പ്ലീസ്. അപ്പം പ്ലീസ് ആദ്യം ചേർക്കാം, അവസാനം ചേർക്കാം. 2 രീതിയിൽ. ഓക്കെ. അപ്പം ഡോണ്ട് ചേർത്താൻ നെഗറ്റീവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. B1ൻ്റെ ഉപയോഗമാണ് പറഞ്ഞത്. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ഓർ കമാൻഡ്സ്, ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ബി, അതായത് ഇംഗ്ലീഷിലെ 2ാമത്തെ അക്ഷരമായ ബിയും ഇയും കൂടി ചേർത്ത ബി എന്നായി. ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ നൗൺ ഓർ
ആഡ്ജക്റ്റീവാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബി എ ഡോക്ടർ, ഡോണ്ട് ബി ആൻ എൻജിനീയർ. ഒരു ഡോക്ടർ ആയിരിക്കുക, എൻജിനീയർ ആവരുത്. ഇപ്പം കുട്ടികൾ ഇനി എന്ത് പഠിക്കണം എന്നൊക്കെ പോകുമ്പോൾ നീ ഡോക്ടർ ആയിരിക്കുക, പക്ഷേ എൻജിനീയർ ആവരുത്. അല്ലെങ്കിൽ തിരിച്ചു പറയും, ബി ആൻ എൻജിനീയർ, ഡോണ്ട് ബി എ ഡോക്ടർ. ഡോണ്ട് ബി എ ഡോക്ടർ. എൻജിനീയർ ആയിരിക്കും, പക്ഷേ ഡോക്ടർ ആവരുത്. കാരണം കുട്ടികളുടെ ടാലൻറ്റിനനുസരിച്ച് നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയുന്നതാണ്. ബി എ സയൻറ്റിസ്റ്റ്, ഡോണ്ട് ബി എ മജീഷ്യൻ. നീ സയൻറ്റിസ്റ്റ് ആയിക്കോ, പക്ഷേ മജീഷ്യൻ ആവരുത്. ഓർ ബി എ മജീഷ്യൻ, ഡോണ്ട് ബി എ സയൻറ്റിസ്റ്റ്. മജീഷ്യൻ ആയിക്കോ, സയൻറ്റിസ്റ്റ് ആവരുത്. ഇങ്ങനെയൊക്കെ നിർദ്ദേശം കൊടുക്കാം, ബി ഉപയോഗിക്കാം, നൗണാണ്. ഇനി ആഡ്ജക്റ്റീവ് ഫോം, ബി ഹാപ്പി, സന്തോഷവാനായിരിക്കൂ. ഡോണ്ട് ബി അൺഹാപ്പി, സന്തോഷവാനായിരുന്നോളൂ, പക്ഷേ സന്തോഷമില്ലാത്തവനാവരുത്. ബി സിൻസിയർ, നല്ല ആത്മാർത്ഥമുള്ളവനാവുക. ഡോണ്ട് ബി ഇൻസിൻസിയർ, ആത്മാർത്ഥ ഇല്ലാത്തവരാവരുത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി HAV ഹാവ് ഉപയോഗിച്ചിട്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഹാവ് സം മോർ പേഷ്യൻസ്, കുറച്ചുകൂടി ക്ഷമയുണ്ടായിരിക്കണം. ഹാവ് ഉണ്ടാവുക എന്നാണ്. ഹാവ് സം മോർ പേഷ്യൻസ്, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ഹാവ് സം മോർ ഡീസൻസി, കുറച്ചുകൂടി മര്യാദ ഉണ്ടാവണം. നമ്മൾ TV ചർച്ചയിലൊക്കെ ആങ്കറും ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് അവിടെ പറയുന്നതാണ്, ഗസ്റ്റുകളും ആങ്കറും തമ്മിൽ ചിലപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി മര്യാദയാവാം, കുറച്ചുകൂടി ക്ഷമയാകാം എന്നൊക്കെ പറയുന്നേക്കാം. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പദമാണിത്. അതുപോലെ ഡു നോട്ട് ഹാവ് ദിസ് മച്ച് ഗ്രീഡ്, ഇത്രയ്ക്ക് ആർത്തി പാടില്ല. ഡു നോട്ട് ഹാവ് ദിസ് മച്ച് ഗ്രീഡ്, അത്യാഗ്രഹം, ആർത്തി ഇത്രയ്ക്ക് പാടില്ല. ഡു നോട്ട് ഹാവ് ദിസ് മച്ച് ഹറി, ഇത്രയ്ക്ക് തിടുക്കം പാടില്ല. നിന്റെ തിടുക്കം കുറച്ച് കൂടിപ്പോയി, ധൃതി കൂടിപ്പോയി. ഡു നോട്ട് ഹാവ് ദിസ് മച്ച് ഹറി എന്നൊക്കെ ഉപയോഗിക്കാനും ഇത് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്നാണ് പറയുക. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും, അതാണ് ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ ഒരു ക്രമത്തിലാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ ആദ്യം നല്ലൊരു സ്ട്രോങ്, നല്ല പവർഫുൾ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമുക്ക് മതിൽ കെട്ടാം, മേൽക്കൂര കെട്ടാം, ഇതൊക്കെ പോവാം. ആദ്യം നമുക്ക് വേണ്ട സ്ട്രോങ് ഫൗണ്ടേഷനാണ്. അത് നമ്മളൊരു ക്രമത്തിൽ ചെയ്തു പോകണം. നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ മതിൽ എന്നിട്ടേ നമുക്ക് മേൽക്കൂര കെട്ടാൻ പറ്റില്ല. അല്ല ആദ്യം തന്നെ പോയിട്ട് മേൽക്കൂര കെട്ടി കഴിഞ്ഞാൽ അത് നേരെ മറിഞ്ഞ് വീഴും. അതുപോലെ നമ്മൾ നല്ലൊരു ഫൗണ്ടേഷനായിട്ട് പോകുന്നത് അതൊരു ക്രമത്തിലാണ്. അങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പുതിയ നമ്മുടെ ഭാഷ ഇങ്ങനെ കൂടുതൽ നമ്മൾ പഠിച്ചു വരികയാണ്, കൂടുതൽ ഉപയോഗിക്കാൻ പഠിച്ചു വരികയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം B1ൻ്റെ ഉപയോഗം പഠിച്ചു. ഇനി കുറച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ക്വിസ് നിങ്ങൾക്ക് തരാം, അതും ചെയ്തു നോക്കുക. എന്നിട്ട് അടുത്ത ഇതിലുള്ള വീഡിയോയിൽ ഉത്തരവുമായിട്ട് ഒത്തുനോക്കുക. ഫസ്റ്റ് വൺ, എന്നെ ശല്യം ചെയ്യരുത്. എന്നെ ശല്യം ചെയ്യുക എന്നുള്ളത് ഡിസ്റ്റർബ് എന്നാണ് വാക്ക്. DISTURB, ഡിസ്റ്റർബ്. പെൺകുട്ടികളെ തുറിച്ചു നോക്കരുത്. തുറിച്ചു നോക്കുക എന്നുള്ളതിന് സ്റ്റെയർ എന്നാണ് വാക്ക്, STARE. അപ്പം സ്റ്റെയർ അറ്റ്, ആരെ തുറിച്ചു നോക്കുന്നതിനാണ് അറ്റ് ചേർത്ത്, സ്റ്റെയർ അറ്റ് പെൺകുട്ടികളെ. അവരെ വിളിക്കുക എന്നുള്ളതിന് കോൾ. നല്ല കുട്ടിയായിരിക്കും അത് നിങ്ങൾക്കറിയാം, ചൈൽഡ്. കള്ളനാവരുത്. കള്ളൻ ഇംഗ്ലീഷിൽ THIF, തീഫ്. കഠിനാധ്വാനിയാവും, അതിനാണ് ഹാർഡ് വർക്കിംഗ് എന്ന വേർഡ്. ഹാർഡ് വർക്കർ എന്നൊരു വേർഡുണ്ട്, ഹാർഡ് വർക്കിംഗും ഉണ്ട്. സോ കഠിനാധ്വാനിയാവും. മടിയനാവരുത്. മടിയൻ എന്നുള്ളതിന് ലേസി, LAZY, ലേസി എന്നാണ്. അപ്പം ഈ പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ B1ൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം B1ൻ്റെ ഒരു ഉപയോഗമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വേറെ ഉപയോഗമുണ്ട്, അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. സോ ഫ്രണ്ട്സ്, മൈ റിക്വസ്റ്റ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.